എറണാകുളമാണ്. എറണാകുളത്തേക്ക് വരുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് BJP, അതായത് മധ്യ തിരുവിതാംകൂറിൽ കൊച്ചി കോർപ്പറേഷനാണ് ഏറ്റവും സുപ്രധാനമായ ഇടം. കൊച്ചി കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ അവിടെ ഇത്തവണ പ്രധാനമാവുന്നത് അവിടെ പിടിക്കാൻ വേണ്ടിയുള്ള UDFിൻ്റെ തന്ത്രങ്ങളാണ്. കഴിഞ്ഞ തവണ വിമതന്മാരായിരുന്നു വെല്ലുവിളി. ഇത്തവണയും ആ വിമതന്മാർ തന്നെ അവിടെ ഭീഷണി മുഴക്കുമോ, ഭീഷണിയായി തന്നെ UDFന് തുടരുന്നുണ്ടോ എന്ന പ്രസക്തമായ ചോദ്യമുണ്ട്. പക്ഷേ അതിനെ ഞങ്ങൾ മറികടന്നു, അതിനുള്ള ഒരുക്കങ്ങൾ ഞങ്ങൾ നടത്തി എന്നതാണ് കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും അവകാശവാദങ്ങൾ. അതൊക്കെ ഫലം കാണുമോ എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നിർണായകമാക്കുന്ന ഘടകങ്ങളിൽ മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടമായ ഇടങ്ങളിൽ ഒന്നായി മാറുന്നു അത് കൊച്ചി കോർപ്പറേഷനാണ് ഈ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിലെ ഇടമെന്നതാണ്. ജില്ലാ പഞ്ചായത്തുകൾക്ക് മറ്റൊരു രാഷ്ട്രീയം കൂടി പറയാനുണ്ട്. ഏറെ പ്രധാനപ്പെട്ട കാര്യം കൂടിയാണിത്. എന്താണ് കൊച്ചിയിൽ സംഭവിക്കുക എന്ന പ്രധാനപ്പെട്ട സാഹചര്യം കൂടി നമുക്ക് മുന്നിൽ വരുന്നുണ്ട്. എന്താണ് കൊച്ചിയിൽ സംഭവിക്കുക, കൊച്ചിയുടെ രാഷ്ട്രീയം എന്താണ്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മധ്യ തിരുവിതാംകൂർ പറയാൻ പോകുന്ന രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതായിരിക്കുമെന്ന ചോദ്യം കൂടി നമുക്ക് മുന്നിൽ ഉയരുന്നുണ്ട്. നമുക്ക് വിശദമായി തന്നെ വിശദമായി പോകും. നമുക്ക് കൊച്ചിയിലേക്ക് പോകുമ്പോൾ കൊച്ചിയുടെ തദ്ദേശ സാഹചര്യങ്ങളെ നിർണായകമാക്കുന്ന ഇടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എറണാകുളം കോർപ്പറേഷനാണ്, കൊച്ചി കോർപ്പറേഷനാണ്. ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് അടക്കമുള്ള മേഖലകളുമുണ്ട്. എന്താണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടി നമുക്ക് മുന്നിലേക്ക് വരികയാണ്. ഡാനി പോൾ കൊച്ചിയിൽ നിന്നും നമുക്കൊപ്പം ചേരുന്നുണ്ട്. യെസ് ഡാനി, ഗുഡ് മോർണിംഗ് ഡാനി. എന്തായാലും നമ്മൾ ഈ കാത്തിരിപ്പിനൊടുവിൽ നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ്, തദ്ദേശ പോരതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. എല്ലാ തെരഞ്ഞെടുപ്പുകളും നമ്മൾ എത്ര കണ്ട തെരഞ്ഞെടുപ്പുകൾ കണ്ടതാണ് ഡാനി. ഈ തെരഞ്ഞെടുപ്പുകൾക്കെല്ലാം ഓരോ പ്രത്യേകതകൾ പറയാനുണ്ട്. ഏറ്റവും ഒടുവിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മളിവിടെ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ നിരവധിയുണ്ട്. നമ്മൾ എല്ലായ്പ്പോഴും പറയാറുണ്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനലാണ്. പക്ഷേ ഇത്തവണ എല്ലാ അർത്ഥത്തിലുള്ള സെമി ഫൈനൽ തന്നെയാണ്, ഒരു തർക്കവുമില്ല. കാരണം തദ്ദേശ ഫലം വന്നതിന് ശേഷം പിന്നെ നിയമസഭയ്ക്ക് ഒരുങ്ങാൻ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. മധ്യ കേരളം എന്തുകൊണ്ട് നിർണായകമാവുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം മധ്യ തിരുവിതാംകൂറിൽ സ്വാധീനമുള്ള രാഷ്ട്രീയ ശക്തി കേരളം ഭരിക്കുന്നു എന്നതാണ് പൊതുവിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു ശീലം. കഴിഞ്ഞ തവണ UDFിൻ്റെ ശക്തി കേന്ദ്രമായ മധ്യ തിരുവിതാംകൂറിൻ്റെ ഇടങ്ങളിലൊക്കെ ഇടതുമുന്നണി വലിയ മുന്നേറ്റം നടത്തിയതാണ്. കൊച്ചി കോർപ്പറേഷനിലേക്ക് തന്നെ നമുക്ക് വരാം. ഡാനി നോക്കൂ, കൊച്ചിയിൽ കഴിഞ്ഞ തവണ വിമതരായിരുന്നു കടുത്ത പണി നടന്നത്. ഇത്തവണ ഡാനിയോടക്കം അവിടുത്തെ DCC പ്രസിഡന്റ് പറഞ്ഞതാണ് വിമതന്മാരെ ഞങ്ങൾ ഒഴിവാക്കി, ഇത്തവണ വിമതന്മാർ ഞങ്ങൾക്ക് വെല്ലുവിളിയല്ലെന്ന്. പക്ഷേ ഈ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ വിമതന്മാർ UDFന് കോൺഗ്രസിന് ഭീഷണി ഉണ്ടാക്കിയിട്ടുണ്ടോ ഡാനി? സൈത, ഗുഡ് മോർണിംഗ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ അതിനൊരു കൊട്ടിക്കലാശത്തിലേക്കെല്ലാം തന്നെ കടക്കുകയാണ്. ഇതിൽ കൊച്ചി കോർപ്പറേഷനെ കുറിച്ച് പറയുമ്പോഴേക്കും അതിൽ എടുത്തു പറയേണ്ടത് കഴിഞ്ഞ തവണ വിമതരെ അണിനിരത്തിക്കൊണ്ട് തന്നെയായിരുന്നു ഇടതുമുന്നണി ഭരണം നിലനിർത്തിയത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യമെന്ന് പറഞ്ഞാൽ അത് UDFിൽ നിന്ന് കടന്നു വന്നവരായിരുന്നു എന്നതാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് വിമതരായിരുന്നു LDFന് ഇടതുമുന്നണിക്ക് മുതൽക്കൂട്ടായതെന്നതാണ്. അത് വളരെ വിചിത്രമായി തോന്നാം. കാരണം ഇതെങ്ങനെയാണ് സ്വന്തം പാളയത്തിലേക്ക് മടങ്ങാൻ അവർക്ക് കഴിയാതെ ഇരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം പാളയത്തിൽ അത്രയ്ക്ക് പടയുണ്ടായിരുന്നു. കാരണം ഒരു ഭരണ നേതൃത്വത്തിലേക്ക് ഒരു മേയർ സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ ഒരു മേയർ ആകേണ്ട ഒരാളെ കണ്ടെത്താൻ ആ ഘട്ടത്തിൽ അവർക്ക് കഴിയാതിരുന്നതിനെ തുടർന്നാണ് ആ ഒരു ശ്രമം ഉപേക്ഷിച്ചതെന്ന് പോലും പറയുന്ന കോൺഗ്രസ്സുകാരുണ്ട്. ഏതായാലും ആ രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഒരു വിഷയങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. തുടർന്നിങ്ങോട്ട് പിന്നീട് വരുമ്പോഴേക്കെല്ലാം തന്നെയും വലിയ ചർച്ചകൾ നടന്നു. ഇത്തവണ 13 പേരാണ് 13 അതായത് 13 റിബൽ സ്ഥാനാർത്ഥികൾ കോൺഗ്രസിനുണ്ട് എന്നതാണ് എടുത്ത് പറയേണ്ടത്. ഇത് ആരുടെ വിജയം നിർണ്ണയിക്കും എന്നതെല്ലാം അവർ പോലും വലിയ രീതിയിൽ ചിന്തിക്കുകയാണ്. കോൺഗ്രസിന് ഇത്തവണയും തലവേദന വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ നേരിയ മാർജിൻ ഉണ്ടായിരുന്ന ആ വിജയ ഘടകം ഇത്തവണ വലുതായി ഉയർത്താൻ കഴിയുമെന്ന ഒരു ആത്മവിശ്വാസമാണ് ഇടതുമുന്നണിക്കുള്ളത്. കാരണം വലിയ രീതിയിലുള്ള വൻകിട പദ്ധതികളെല്ലാം തന്നെ കൊച്ചി കോർപ്പറേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ആവിഷ്കരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെയും അത് സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധ നേടുന്ന പദ്ധതികളായിട്ട് അതെല്ലാം തന്നെ മാറിയിരുന്നു. ബ്രഹ്മപുരവും അതോടൊപ്പം തന്നെ തുരുത്തി ഫ്ലാറ്റ് തുടങ്ങി നിരവധിയായ പദ്ധതികൾ, സാധാരണക്കാർക്ക് ആശ്രയമായ സമൃദ്ധി, ഷീ ലോഡ്ജ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം
ഇടതുമുന്നണിക്ക് വളരെയധികം മുതൽക്കൂട്ട് ഉണ്ടായ കാര്യമാണ്. ഒപ്പം BJPയും വലിയ പ്രതീക്ഷകൾ നിലനിർത്തുന്നുണ്ട്. 5 സീറ്റായിരുന്നത് കൂടുതൽ സീറ്റുകളിലേക്ക് 10-ലധികം സീറ്റിലേക്ക് BJPക്ക് കൊച്ചി കോർപ്പറേഷനിൽ വരാൻ കഴിയുമെന്ന ആത്മവിശ്വാസം എല്ലാം തന്നെ അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും ആ രീതിയിലാണ് കൊച്ചി കോർപ്പറേഷനിലും എല്ലാം തന്നെ ചർച്ചകളെല്ലാം തന്നെ പുരോഗമിക്കുന്നത്. അതിന് തൊട്ടടുത്ത പ്രദേശങ്ങളിലെല്ലാം തന്നെ ഞാനുള്ളതിപ്പോൾ കളമശ്ശേരിയിലാണ്. കളമശ്ശേരിയിലെ ഇടത് മുന്നണികളുടെ ഒരു സംയുക്ത പ്രചാരണ പരിപാടികളും എല്ലാം തന്നെ മുന്നോട്ട് പോകുന്നു. അല്പസമയത്തിനകം തന്നെ മന്ത്രി പി രാജീവ് അടക്കം ഇവിടേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഇതിൻ്റെ ഒരു കൊട്ടിക്കലാശത്തിൻ്റെ മൂഡിലേക്ക് വളരെ നേരത്തെ തന്നെയും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മേഖല തന്നെ മാറിയിരിക്കുന്നു. വൈകിട്ട് 5 മണിയോടുകൂടി കൊട്ടിക്കലാശം അതിൻ്റെ ഒരു തീവ്രതയിലേക്ക് എത്തുമ്പോൾ അതിനു മുന്നേ പരമാവധി വോട്ടർമാരിലേക്ക് എത്തുക, പരമാവധി പേരെ നേരിൽ കാണുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ നമ്മൾ ഈ ഒരു ഇടങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ ചെറിയ റോഡുകൾ ഇതെല്ലാം തന്നെയും നമ്മൾ ഈ തൃശ്ശൂർ പൂരം എല്ലാം പറയുന്നുണ്ട്, ഘടകപൂരങ്ങളുടെ ഒരു വരവ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ചെറിയ റോഡുകളിലെല്ലാം തന്നെ തിങ്ങി നിറഞ്ഞുകൊണ്ട് പിന്നീട് സ്വരാജ് റൗണ്ടിലേക്കെല്ലാം തന്നെ കയറുന്ന രീതിയിലേക്ക് അതേപോലെ തന്നെ ആവുന്നു സജിത്ത ഇവിടുത്തെ ഒരു കാര്യങ്ങൾ. കാരണം ഈ ചെറിയ റോഡുകളും ഇതെല്ലാം തന്നെ വലിയൊരു ആഘോഷത്തിൻ്റെ ആ ഒരു മൂഡിലേക്കാണ് പൊതുവിൽ തന്നെ നീങ്ങുന്നത്. സജീവമായ പ്രവർത്തകരും എല്ലാം തന്നെ എല്ലാ ഭാഗത്തും തന്നെ ഉണ്ട്. വൈകുന്നേരത്തോടുകൂടി എത്തുമ്പോൾ അത് വലിയ രീതിയിലേക്ക് കൊട്ടി കലാശത്തിൻ്റെ മൂഡിലേക്കെല്ലാം തന്നെ എത്തുകയും ചെയ്യും. ഏതായാലും എറണാകുളത്ത് ഏതാണ്ട് 7000-ലധികം സ്ഥാനാർത്ഥികൾ വിവിധ വാർഡുകളിലായിട്ട് മത്സരിക്കുന്നു. 26 ലക്ഷം വോട്ടർമാർ അവിടേക്ക് എത്തുന്നു. തീർച്ചയായും തന്നെയും ഈ മധ്യ കേരളത്തിൽ ഒരു വലിയ ശക്തിയായിട്ട് മാറുക അത് മുന്നണികളുടെ അതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. കാരണം പിന്നീട് വരുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ആർക്കൊപ്പമാണ് ഭരണമെന്നതെല്ലാം തന്നെ അതിൻ്റെ ഒരു ഭാഗതയെ നിർണ്ണയിക്കുന്നതെല്ലാം തന്നെ ഈ ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ്. അതിനുവേണ്ടിയുള്ള വലിയ പരിശ്രമങ്ങൾ താഴെത്തട്ടിൽ നിന്ന് തുടങ്ങുന്നു എന്നത് തന്നെയാണ്. ഏതായാലും ഇതാണ് ഈ ഒരു പ്രചാരണത്തിൻ്റെ ഒരു വലിയ മൂഡിലേക്കെല്ലാം തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നു. എറണാകുളത്തിൻ്റെ ഒരു പൊതുചിത്രം ഇതാണ്. കൊച്ചിൻ കോർപ്പറേഷനെ കുറിച്ച് നമ്മൾ പ്രത്യേകം അത് പറയുകയും ചെയ്തിട്ടുണ്ട്. സജിത്ത്. യെസ്, എന്തായാലും ഡാനി സൂചിപ്പിച്ചതുപോലെ കൊച്ചിയുടെ രാഷ്ട്രീയ പോരിൽ ഒരുപക്ഷെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ എല്ലാ ദിവസവും കൊട്ടിക്കലാശത്തിൻ്റെ ഒരു മൂഡ് ഈ പ്രചരണത്തിൻ്റെ അവസാന നാടുകളിലേക്ക് വന്നപ്പോൾ പൊതുവിലുണ്ടായി എന്നതാണ് ചിത്രം. പലയിടത്തും നമ്മൾ ഈ റോഡ് ഷോ ഒക്കെ കാണുന്നത് അവസാന ദിവസങ്ങളിലാണ്. പക്ഷേ ഇത് ആദ്യം മുതൽ തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും റോഡ് ഷോ നടക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. കാരണം വലിയ ഫണ്ട് ഇറക്കിക്കൊണ്ടാണ് സ്ഥാനാർത്ഥികളൊക്കെ കളത്തിലിറങ്ങുന്നത്. പ്രത്യേക പ്രചരണ രീതികൾ ഇത്തവണ AI പോലെയുള്ള സാങ്കേതിക വിദ്യ പരമാവധി പ്രയോജനപ്പെടുത്തി ഓരോ ചെറിയ സ്ഥാനാർത്ഥി വാർഡിലെ സ്ഥാനാർത്ഥികൾ പോലും പരമാവധി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത. ആ പ്രത്യേകതകളൊക്കെ തന്നെ ജനങ്ങളെ എത്ര കണ്ട് സ്വാധീനിക്കുന്നു എന്ന ചോദ്യമാണ്. എന്തായാലും ഡാനി സൂചിപ്പിച്ചതുപോലെ കൊച്ചി നിർണായകമായ ഇടമാണ്. കൊച്ചി കോർപ്പറേഷൻ, എറണാകുളം കോർപ്പറേഷൻ UDFന് തിരിച്ചു വരാൻ കഴിയുമോ? തിരിച്ചു വരാൻ കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർക്ക് നിയമസഭയിലേക്കുള്ള പ്രതീക്ഷകളെ കൂടുതൽ സജീവമാക്കി നിർത്താൻ കഴിയും എന്നതുകൂടി പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഒപ്പം നമുക്ക് പരിശോധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്തൊക്കെയാണ് ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായത് എന്ന വിഷയം അതേറെ പ്രസക്തമാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇത്തവണ ചർച്ചയായ പ്രധാനപ്പെട്ട വിഷയങ്ങൾ നിരവധിയുണ്ട്. ജനങ്ങളുമായി ബാധിക്കപ്പെടുന്ന നിരവധി വിഷയങ്ങളുണ്ട്. നമുക്ക് വിശദമായി ഇത്തവണത്തെ തദ്ദേശത്തിൽ പരിഗണിക്കപ്പെട്ട വിഷയങ്ങൾ നോക്കാം. ആദ്യഘട്ടത്തിൽ സ്വാധീനിക്കപ്പെടുന്ന വിഷയങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ പ്രകടനം, അത് മുഖ്യമാണ്. മറ്റൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം സ്വാഭാവികമായും സ്വാധീനിക്കപ്പെടും. ശബരിമല സ്വർണ്ണക്കൊള്ള അതൊരു മുഖ്യ വിഷയം തന്നെയാണ്. ആദ്യഘട്ടത്തിൽ കേരള കോൺഗ്രസിൻ്റെ പ്രകടനം, ആദ്യഘട്ടത്തിൽ ക്ഷേമ പെൻഷനും അടക്കം നിർണായകമായ കാര്യങ്ങളാണ്. പൊതുവായ വികസന രാഷ്ട്രീയം ഇത്തവണത്തെ മുഖ്യ ചർച്ചയായി മാറുന്നുണ്ട്. ഒരിക്കൽ കൂടി നമുക്ക് ഇത്തവണത്തെ സ്വാധീന വിഷയങ്ങൾ നോക്കാം. സംസ്ഥാന സർക്കാരിൻ്റെ പ്രകടനം ഒരു വിഷയം. മറ്റൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദമാണ്. രാഹുൽ മാങ്കൂട്ടം വിവാദം വളരെ പ്രാധാന്യമുള്ള വിഷയമാണ്, അത് സ്വാധീനിക്കപ്പെടും. മറ്റൊന്ന് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ സ്വാഭാവികമായും സ്വാധീനിക്കപ്പെടും. ക്ഷേമ പെൻഷനും പ്രഖ്യാപനങ്ങളും സ്വാധീനിക്കപ്പെടുന്ന വിഷയങ്ങളാണ്. പൊതുവായ വികസനവും ഒപ്പം സംസ്ഥാന സർക്കാരിൻ്റെ പ്രകടനമൊക്കെ ഇത്തവണ നിർണായകമായ ഘടകങ്ങളാണ്. ഓക്കെ.